UDF LDF ഇഞ്ചോടിഞ്ച് പോരാട്ടം നടക്കുന്ന കോഴിക്കോട്ടെ ഫറൂഖ് നഗരസഭ ഇത്തവണ ആർക്കൊപ്പമായിരിക്കും? 3 സീറ്റുകളുടെ വ്യത്യാസത്തിലാണ് കഴിഞ്ഞ തവണ UDF ഭരണത്തിൽ കയറിയത്. ഈ തെരഞ്ഞെടുപ്പിൽ ജനവിധി മാറി മറിയുമെന്ന വിശ്വാസത്തിലാണ് LDF സ്ഥാനാർത്ഥികൾ. ഭരണം നിലനിർത്താൻ UDFും പിടിച്ചെടുക്കാൻ LDFും കച്ചകെട്ടിയിറങ്ങുമ്പോൾ ഫറൂഖിൽ ഇത്തവണയും ശക്തമായ മത്സരത്തിനാകും കളമൊരുങ്ങുക. നഗരസഭയിലെ 20 സീറ്റുകൾ UDFിന്, LDFിന് 17, NDAക്ക് 1 എന്നതാണ് നിലവിലെ സീറ്റ് നില. വാർഡ് വിഭജനത്തിലൂടെ 38 ഡിവിഷനുകൾ 39മായി. UDFിന് മേൽക്കൈയുള്ള പ്രദേശമായിരുന്നിട്ടും തിരഞ്ഞെടുപ്പുകളിൽ മാറി മാറി മുന്നണികൾ ഭരണത്തിലെത്തുന്ന ഇടമാണ് ഫറൂഖ്. 2015 നഗരസഭ രൂപീകരിക്കപ്പെട്ട തെരഞ്ഞെടുപ്പിൽ ജയം UDFിനൊപ്പമായിരുന്നു. എന്നാൽ ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം ഭരണസമിതിയിലെ 3 കൗൺസിലർമാർ കൂറുമാറിയതോടെ ഭരണം LDFിന് ലഭിച്ചു. 2020 UDF ഭരണം തിരിച്ചുപിടിച്ചു. എന്നാൽ ഇത്തവണ കഥ മാറുമെന്നാണ് LDFിന്റെ അവകാശവാദം. ഇപ്പോൾ കഴിഞ്ഞ തവണ BJP ജയിച്ച 33, അതായത് പഴയ 31, ആ വാർഡൊക്കെ LDFിന് തിരിച്ചു പിടിക്കാൻ കഴിയുന്ന വാർഡാണ്. 1-ാം വാർഡിൽ നല്ല മത്സരം നടത്തിയിട്ട് അവിടെ LDF തിരിച്ചു വരും. മുനിസിപ്പാലിറ്റിയിൽ 12-ാം ഡിവിഷനിലൊക്കെ തന്നെ ഈ വലിയ അസംതൃപ്തി അവിടെ UDFിലുണ്ട്. അതൊക്കെ തന്നെ LDFിന് അനുകൂലമായിട്ട് തീരുന്ന സ്ഥിതി ഉണ്ടാവും. ഈ വാർഡ് ഇപ്പോൾ കഴിഞ്ഞ ഒരു വനിതാ വാർഡായ സമയത്ത് ഒഴികെ ബാക്കി സമയത്തൊക്കെ തന്നെ LDFിനോടൊപ്പം നിന്ന ഒരു ഡിവിഷനാണിത്. എന്നാൽ ഭരണം നിലനിർത്താനാകുമെന്നാണ് UDF കരുതുന്നത്. LDF വിട്ട് ലീഗിലെത്തിയ RJD കൗൺസിലർ ഷനൂബിയ സീറ്റ് കിട്ടാതായതോടെ കോൺഗ്രസ് മത്സരിക്കുന്ന 12-ാം ഡിവിഷനിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്തുണ്ട്. വിമത സാന്നിധ്യം ബാധിക്കില്ലെന്ന വിലയിരുത്തലിലാണ് UDF നേതൃത്വം. നമുക്കറിയാം, കേരളത്തിൽ എവിടെ എടുത്തു നോക്കിക്കഴിഞ്ഞാലും, ഏത് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എടുത്തു നോക്കിക്കഴിഞ്ഞാലും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് ചില വാർഡുകളിലൊക്കെ ചില രൂപത്തിലുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ തരണം ചെയ്ത് അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന രൂപത്തിൽ കപ്പാസിറ്റിയുള്ളൊരു നേതൃത്വം ഫറൂഖ് മുനിസിപ്പാലിറ്റിയിൽ മുസ്ലിം ലീഗ് പാർട്ടിക്കുണ്ട്, കോൺഗ്രസ് പാർട്ടിക്കുണ്ട്, UDF മുന്നണിക്കുണ്ട്. സീറ്റ് നിർണയത്തിനിടയിൽ ലീഗിനുള്ളിലുണ്ടായ തർക്കവും ചർച്ചയായിരുന്നു. അട്ടിമറി വിജയത്തിനായാണ് LDF കരുക്കൾ നീക്കുന്നത്. തുടർഭരണം പ്രതീക്ഷിച്ചിറങ്ങുന്ന UDFിന് ലീഗിലെ ആഭ്യന്തര പ്രശ്നങ്ങളും വിമത സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യവും തലവേദനയാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ജിജീഷ് മോങ്ങത്തിനൊപ്പം ദൃശ്യ പുതിയ മീഡിയ 1 കോഴിക്കോട്.